सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान्तान् नमामः। हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहमहमिति साक्षादात्मरूपेण भाति। हृदि विषमनसा स्वं चिन्वदामज्जदा वा पवनचलनरोधादात्मनिष्ठो भवत्वम्। शारदा शारदाम्बोजवदनावदनाम्बुजे सर्वदा सर्वदास्माकं सन्निधिं क्रियाद। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतं वन्दे भगवन्तौ पुनः पुनः। हरिः ओम्। न सांख्यं न शैवं न तत्पाञ्चरात्रं न जैनं न मीमांसकादेर्मतं वा विशिष्टानुभूत्या विशुद्धात्मकत्वात् तदेको वशिष्ठः शिवः केवलोऽहम्। ഇന്നലെ നമ്മൾ ദശശ്ലോകിയിൽ നാലാമത്തെ ശ്ലോകം മതപരമായിട്ടുള്ള അധ്യാസം, അജ്ഞാനം, അത് നമ്മുടെ സ്വരൂപമല്ല. മതം എന്ന് പറയണത് ഒരു പ്രാകാരമാണ്, ഒരു ബൗണ്ടറിയാണ്. ഈ ബൗണ്ടറിക്കുള്ളിൽ നമ്മൾ ലിമിറ്റഡാണ്. ഒരു സ്വർണ്ണക്കൂട്ടിൽ അടച്ച പക്ഷി അതിന് സ്വർണ്ണക്കൂടായാലും ശരി, വെള്ളിക്കൂടായാലും ശരി, പിത്തളയിൽ ഉണ്ടാക്കിയ കൂടായാലും ശരി, ആ കിളിയെ സംബന്ധിച്ചിടത്തോളം കിളി ബന്ധനത്തിലാണ്. ഇവിടെ ആചാര്യസ്വാമികൾ ഈ മതം ഒരു ബന്ധനമാണ്, അത് അൺലിമിറ്റഡായ നമ്മളെ ലിമിറ്റഡ് ആക്കണം എന്ന് കാണിച്ചു തന്നു. പല പല ദർശനം അല്ലേ, ഏതെങ്കിലും ഒരു ദർശനം നമ്മൾ പറയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ആ ദർശനത്തിൻ്റെ വക്താവായി മാറും. ഇപ്പം ഞാൻ ഒരു ദർശനത്തിൻ്റെയും വക്താവല്ല. ഈ തർക്കം നമുക്ക് വാസ്തവത്തിലെ പരിഹാരത്തിന് കാരണമല്ല. യമൻ ഓലൈ വന്നാൽ ചൊല്ല ഉത്തരം ഉണ്ടോ? യമൻ വന്ന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും പ്രമാണമേ അല്ല. അതുകൊണ്ട് ന സാഖ്യം ന ശൈവം ന ചത് പാഞ്ചരാത്രം. ഞാൻ സാഖ്യദർശനമല്ല. സാഖ്യദർശനത്തിൽ ദർ ഈസ് നോ മെൻഷനിങ് ഓഫ് ഈശ്വര. ഈശ്വരൻ എന്നൊരു മെൻഷനിങ് ഇല്ല. ശൈവം എന്ന് പറയുമ്പോൾ ഒരു രൂപം വരണു, ഭാവം വരണു, പലതരത്തിലുള്ള ആചാരം വരണു. ഈശ്വരൻ വിൽ അപ്പിയർ. ന തത് പാഞ്ചരാത്രം. പാഞ്ചരാത്രം എന്നാൽ വൈഷ്ണവം എന്നർത്ഥം. നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്, ഒന്ന് ഓടിച്ചു പോകണു, അത്രയേ ഉള്ളൂ. വൈഷ്ണവാംശപരമായിട്ട് അല്ലെ, വൈഷ്ണവന് ഇന്ന രൂപം, ഇന്ന ഭാവം ഇല്ലേ, അത്തരത്തിലുള്ള അധ്യാരോപ അധ്യാസങ്ങളൊന്നുമില്ല. അതും ഞാനല്ല, അത് വെറും ആരോപണമാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന കൂട്ടിൽ പെടണോ, ഇന്ന കാറ്റഗറിയിൽ പെടണോ എന്നൊരു തരംതിരിവാണ്, ഒരു തരം തിരിക്കുക എന്ന് പറയുന്നത്. ഇത് അവരിൽ നിന്നും ഞാൻ ഇന്നത്തരത്തിൽ വ്യത്യാസമാണ്. എപ്പോ നമ്മൾ അന്യത്തിനെ കണ്ട് തരം തിരിച്ചുകൊണ്ടിരിക്കുമോ അപ്പൊ നമ്മുടെ ശാന്തി കുറഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര അന്യത് പശ്യതി എത്ര അന്യത് ശൃണോതി എത്ര അന്യത് വിജാനാതി. എത്ര ഞാൻ അന്യത്തിനെ കാണണോ, അന്യത്തിനെ അറിയണോ, അന്യത്തിനെ കേൾക്കണോ, അത്രത്തോളം ഐ വിൽ ബി ഇൻ സഫറിങ്. ഞാൻ സഫറിങ്ങിലായിരിക്കും, ഞാൻ ദുഃഖത്തിലായിരിക്കും. അല്ലെങ്കിൽ ദുഃഖം എൻ്റെ
സഹചാരിയായിരിക്കും. എത്ര നാന്യത് പശ്യതി എത്ര നാന്യത് ശൃണോതി എത്ര നാന്യത് വിജാനാതി. എത്ര ഞാൻ അന്യത്തിനെ കാണാതിരിക്കണോ അത്ര ഞാൻ സുഖമായിട്ടിരിക്കണോ, അല്ലെ? ഡീപ് സ്ലീപ്പില്, സുഷുപ്തിയില് അന്യം ഇല്ല. തന്നിൽ നിന്നും അന്യമായിട്ടൊരു ആളില്ലെങ്കിൽ എവിടെ മാത്സര്യം? തന്നിൽ നിന്നും ഒരാൾ വന്നാൽ there should be മാത്സര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ മതം ആണ് മാത്സര്യം ഉണ്ടാക്കുന്നത്. ഞാൻ മതവുമല്ല മാത്സര്യവുമല്ല. നല്ല ചിന്തിക്കണം. നമ്മൾ ഒരു മതത്തിൽ അഭിമാനം കൊള്ളുമ്പോഴേ നമ്മൾ അറിയാതെ ഒരു മാത്സര്യ ഭാവം വരുന്നു. കാരണം എന്താ? എൻ്റെ മതം നല്ലത്, മറ്റത് ചീത്ത. എല്ലാം നല്ലതെന്ന് പറയാൻ നമുക്ക് മതം വേണ്ട, അല്ലേ? നമ്മൾ പറയുക ഞാൻ ഇന്ന മതം, എല്ലാ മതത്തിനെയും ഞാൻ നല്ലതാണ് പറയണതിൽ നമുക്ക് വേണ്ട. എന്നാൽ പിന്നെ ഏത് മതമായാൽ നിങ്ങൾക്ക് എന്താ? നല്ല ആചാരമായിട്ടുള്ളൊരു ഹിന്ദുവിനെ പോയി മുസ്ലിം എന്ന് വിളിച്ചാലോ ഇഷ്ടപ്പെടുവോ? എന്താ? എല്ലാ മതം നല്ലതെന്നൊക്കെ പറയും, പക്ഷേ നമ്മൾ സ്വമേധയാ അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലേ? അപ്പോൾ ഈ മതം എന്ന് പറയണതുണ്ടല്ലോ, ഇതൊരു ചട്ടക്കൂടാണ്, ഇതൊരു ലിമിറ്റേഷനാണ്. ഇത് ഉള്ളിടത്തോളം നമുക്ക് മാത്സര്യം വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് ഈ മതം എന്നൊരു ചട്ടക്കൂടിൽ അങ്ങോട്ട് ഇറങ്ങിയ മാത്സര്യം ഇല്ല. അല്ലാതെ മതത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മാത്സര്യമില്ലാതെ ഇരിക്കാൻ പറ്റില്ല. ന ജൈനം ന മീമാംസകാദേർ മതം വാം. ഇനി പലതരത്തിലുള്ള യജ്ഞയാഗങ്ങൾ, ജൈനം ഒക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും പറയണില്ല. പലതരത്തിലുള്ള യാഗാദികളൊക്കെ ഉണ്ടല്ലോ. ഇതിലൂടെ പരം അവരൊന്നും ഈ ലോകത്തിൽ വിശ്വാസമേ ഇല്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് ഏതോ സ്വർഗലോകത്തിൽ പോയി എന്തോ പ്രാപ്തി കിട്ടും വിചാരിച്ചിരിക്കണം. അതും ഒരു ഫലയിച്ഛയാണ്. ഈ ലോകത്തിൽ അവർ ജനിച്ചു എന്തിനാ? യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്യാൻ. പക്ഷേ അതുകൂടെയും ഏതോ ഒരു ഫലപ്രാപ്തി, ഒരു ഊർധ്വലോക ഗമനം. ആ ഫലപ്രാപ്തി എത്ര തീവ്രമാണോ അതിൻ്റെ കർമ്മത്തിൻ്റെ ഒരു സങ്കല്പം, അതനുസരിച്ച് പോയിട്ട് തിരിച്ചു വരും. അണ്ണാമലൈ സ്വാമി എന്ന് പറഞ്ഞ മഹർഷിയുടെ കൂടെ ഉണ്ടായിരുന്ന അണ്ണാമലൈ സ്വാമി ഭഗവാന്റെ അടുത്ത് പറയാണ്, ഭഗവാനെ, എനിക്ക് വേറൊന്നും വേണ്ട, ഭക്ഷണം എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഗുഹയിൽ പോയിരിക്കുക, ശാന്തമായിട്ടിരിക്കുക, ധ്യാനത്തിലിരിക്കുക, രാത്രി തിരിച്ചു വന്നാൽ മതി. ഇത് മാത്രം മതി ഭഗവാൻ, ഏകാന്തമായിട്ടിരിക്കാൻ പറ്റണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടല്ലോ, ആ സങ്കല്പം നിന്നെ വേറൊരു ജന്മം എടുപ്പിക്കും. നീ ഇപ്പം എങ്ങനെ ഇരിക്കണോ? ഇരുന്ന പടിക്കേ ഇപ്പൊ ഏതൊരു പ്രാരാബ്ധത്തിലാണോ നീ ഇരിക്കണത്, അതേ പ്രാരാബ്ധത്തില് ശാന്തമായിട്ടിരിക്കും. ഏതോ ഒന്നൊരു ലോകത്തിനെ, ഊർധ്വലോകമോ ഏതോ ഒരു ലോകമോ ഏതോ ഒരു മെഡിറ്റേഷൻ സൈലൻസോ ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ നമുക്ക് ദുഃഖം വരും. അതുപോലെ തന്നെ അടുത്തൊരു ജന്മത്തിന് കാരണമാവും. കാരണം മനസ്സ് അതിനനുസരിച്ച് പരിഭാഗപ്പെടും. പരിഭാഗപ്പെട്ട മനസ്സുണ്ടല്ലോ, പിന്നെ ഒരു ജന്മം എടുപ്പിക്കും, കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ഒരു സങ്കല്പവും ഇല്ലാതിരിക്കണം, ഒരു തോട്ടും ഇല്ലാതിരിക്കല്, ഒരു വികല്പങ്ങളും ഉദിക്കാതെ ഇരിക്കണത്, താൻ ഉദിയാതെ ഉള്ള നില, നാം അതുവായി ഉള്ള നില. ഒരു അഹങ്കാരം ഉദിക്കാത്ത ഉള്ള നില ഉണ്ടല്ലോ, അതാണ് നമ്മുടെ നിജസ്വരൂപം. വിശിഷ്ടാനുഭൂത്യ, അതാണ് വിശിഷ്ട അനുഭൂതി. അല്ലാതെ ഏതെങ്കിലും ലാഭേച്ഛയോട് ഇരിക്കണതോ ഏതോ മതത്തിൻ്റെ പ്രാമാണികതയോ അല്ലെങ്കിൽ ആ മതത്തിൻ്റെതായിട്ടുള്ള ഗുണവിശേഷങ്ങളെയൊക്കെ വർണ്ണിച്ചു കൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല, അഭിമാനിച്ചിട്ടും കാര്യമില്ല. ഇന്ന മതത്തിൽ ഞാൻ ജനിച്ചു, മഹാഭാഗ്യം. എന്താ ഭാഗ്യം? അഭിമാനിക്കണു, അത്രേ ഉള്ളൂ. ആര് സ്വയമേവ അവൻ്റെ സ്വരൂപത്തെ അറിയണത് അവൻ മഹാഭാഗ്യവാൻ. അപ്പൊ ഏത് മതം ആയിക്കോട്ടെ, ഏത് വിശ്വാസി ആയിക്കോട്ടെ, അവൻ അവൻ്റെ സ്വരൂപത്തെ അറിഞ്ഞ് ശാന്തനായിട്ടിരിക്കണത്, ഒരു മതത്തിൻ്റെയും ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ പെടാതിരിക്കണവൻ, അല്ലേ? സർവത്തിലും പെടാതെ ഇരിക്കാം. ഒരു മതത്തിൻ്റെ കീഴിൽ വന്നു,
എന്നാലും ഒന്നിലും പെരളാതിരിക്കല്. ദോശക്കല്ലൊക്കെ പോലെ, ഇപ്പോഴത്തെ നോൺ സ്റ്റിക്ക് ദോശക്കല്ലൊക്കെ അങ്ങനെയാണ്. എത്ര മാവ് ഒഴിച്ചാലും അത് പെരളയില്ല, ഇളകി വരും. ഒട്ടേയില്ല, ഒട്ടിപ്പിടിക്കുകയില്ല. നോൺ സ്റ്റിക്ക് ഒന്നും ഒട്ടിപ്പിടിക്കുകയില്ല. ജനകൻ അങ്ങനെയാണ് ഇരുന്നത്. ജനസമൂഹമധ്യേ ന ദ്വൈതം പശ്യാമി. ഈ ജനസമൂഹ മധ്യത്തില് ഇവിടെ രാജ്യഭരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ന ദ്വൈതം പശ്യാമി, ഞാൻ ഒന്നിനും കാണണില്ല. ഭാഗവതത്തില് ജഡഭരതൻ അങ്ങനെയായിരുന്നു. മേളയ്ക്ക് രാജാവ് ഇരിക്കണമെന്നൊന്നും അറിയില്ല, ഒന്നും ഇവിടെ ഇല്ല. ഏതോ പല്ലക്ക് തൂക്കിക്കൊണ്ടിരിക്കണു ശരീരം. ആ സമാധി സ്ഥിതിയിൽ ഇരുന്നിട്ട് പല്ലക്ക് തൂക്കിക്കൊണ്ടു പോകും. ആ സമാധി സ്ഥിതിയിലും ധർമ്മത്തെ പരിപാലിക്കണം എന്ന് വെച്ചാൽ താഴെ എറുമ്പ്, ആ എറുമ്പിനെ ചവിട്ടാതെ പോകണം. കാരണം സർവാത്മഭാവം. എനിക്ക് വേദനിക്കുമെങ്കിൽ ഒരു ഉറുമ്പിനും വേദനിക്കും എന്നുള്ളൊരു ഭാവം. അപ്പൊ വിശിഷ്ടാനുഭൂത്യ, എന്താ വിശിഷ്ട അനുഭൂതി എന്ന് പറഞ്ഞാൽ ശാന്തി എന്നർത്ഥം, വേറൊന്നുമില്ല. എക്സ്റ്റേണൽ അനുഭവം നിത്യനിരന്തരം ഇല്ലാത്തതൊക്കെ നമ്മൾ ആകർഷിക്കാനോ ആശിക്കാനോ പാടില്ല. തത്കാലത്തേക്ക് വരും, തത്കാലത്തേക്ക് ഒരു അനുഭൂതിയൊക്കെ വന്നു കളയും. വന്നുകൂടാന്നൊന്നുമില്ല, എന്തൊക്കെയോ വന്നിരിക്കണോ, അതും വരാം. അത് വന്നാലും ശാന്തി നമ്മുടെ നിജസ്വരൂപം. ആ ശാന്തിയുടെ സ്ഥാനത്തെ കാട്ടുന്നതാണ് ഗുരുവിൻ്റെ ഒരു ദൗത്യം. പല എക്സൈറ്റഡ് ആയിട്ടും പല തരത്തിലും നമ്മൾ ഓരോ അനുഭവത്തെ എടുത്ത് ഗുരുവിൻ്റെ അടുത്ത് പറയുമ്പോൾ ഗുരു നമ്മളെ ശാന്തമാക്കും. സമസ്ഥിതി സുഖദുഃഖേ സമേകൃത്വ, അതാണ് ഗുരുവിൻ്റെ പ്രവൃത്തി. സുഖവും ദുഃഖത്തിനെയും സമം ആക്കി വയ്ക്കുക. നല്ല സുഖം വരുമ്പോൾ സന്തോഷിക്കുക, ദുഃഖം വരുമ്പോൾ കരയുക. ഇത് രണ്ട് എക്സ്റ്റേണൽ പീക്ക് ഉണ്ടല്ലോ, എടുത്തു മാറ്റിയിട്ട് ഒരു പെൻഡുലം എങ്ങനെ സെൻറ്റേർഡ് ആയിരിക്കണോ, ലൈക്ക് ദാറ്റ് യു ഹാവ് ടു ബി in your real nature, real state, real center. You have to be centered into a real nature. അത് ശാന്തിയാണ്. ശാന്തോയമാത്മാ, ആത്മാവിൻ്റെ സ്വരൂപം ശാന്തിയാണ്. അപ്പോൾ വിശിഷ്ടാനുഭൂത്യാം വിശുദ്ധാത്മകത്വാത്, അവിടെ വിശുദ്ധമാണ്. എപ്പോൾ വിശുദ്ധമായി? തന്നെ സ്വയമേവ നിർവാണമാക്കി വച്ചാൽ, ശീരയഴിത്ത് നിർവാണമായി ചെയ്ത് അരുൾ ശീരയും, അരുൾ ശീര എന്ന് പറഞ്ഞൊരു പ്രൊട്ടക്ഷൻ. ഇനി ഒരു വേണ്ടാത്ത ഡെർട്ടും ഒന്നും ഒട്ടാതിരിക്കില്ല, അതാണ് അരുൾ ശീരയും, ഒരു കവചം. അളിത്ത് അരുൾ അരുണാചല, അങ്ങനെ ഒരു അനുഗ്രഹം തരൂ അരുണാചല എന്ന അക്ഷരമണമാലയിൽ ഭഗവാൻ പറഞ്ഞു. എന്താണ് ഈ ശീരൈ? ഈ വസ്ത്രം, ഈ വസ്ത്രം അങ്ങോട്ട് ഊരിക്കളയുക. എന്താ വസ്ത്രം? ഈ അജ്ഞാനം, അധ്യാസം, മതം, മാത്സര്യം എന്നുള്ള വസ്ത്രം അതിനങ്ങോട്ട് ഊരിക്കളഞ്ഞിട്ട് വിശുദ്ധാത്മകത്വാത്, ഒരു വിശുദ്ധമായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള, ശുഭ്രമായിട്ടുള്ള ഒരു വസ്തുവിനെ അവിടെ കാണാം. അതേതാണ്? തദേകോവശിഷ്ട, അതിനപ്പുറത്തൊരു വസ്തുവില്ല. ശിവക്കേവലോഹം, പരമമംഗളമായത്. ആ പരമമംഗളമായ വസ്തു അതെവിടെ ഇരിക്കണു? പലർക്കും ഡൗട്ടുണ്ട്. ഈ ആത്മാവിൻ്റെ പ്ലേസ് ഏതാണ്? ഒന്ന് തല എന്ന് പറയണു. ചിലരൊക്കെ സാധാരണ പ്രാകൃതമായിട്ടുള്ള ആൾക്കാരെ പറയും മേലേക്ക് ഈശ്വരൻ. ഞാൻ എപ്പോഴും നോക്കാറുണ്ട്, മേലേക്ക് എവിടെ ഈശ്വരൻ? മേളിൽ ഒരാളിരുന്ന് കാണാനുണ്ട്. ഈശ്വരനൊക്കെ ഊർധ്വലോകത്തിൽ മേലേക്ക് എവിടെ ഇരിക്കണമെന്ന് നമ്മൾ വിചാരമുണ്ട് നമുക്ക്. അതിനെയൊക്കെയും ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് അടുത്ത ശ്ലോകത്തില് ആചാര്യസ്വാമികൾ പറയണത്, നച ഊർധ്വം നചാദോ നചാന്തർന ബാഹ്യം ന മദ്യം ന തിര്യങ്ക് ന പൂർവാപരാദിക് വിയത് വ്യാപകത്വാദഖണ്ഡൈകരൂപഃ തദേകോവശിഷ്ടഃ ശിവക്കേവലോഹം നച ഊർധ്വം. ഞാൻ മേലെ അല്ല. പലരും പറയണു ആത്മാവ് ശിരസിലിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അങ്കുഷ്ഠമാത്രം പുരുഷ എന്ന് വേദം.
അതേ സ്ഥാനത്ത് നിഹിതം ഗുഹായാം പരമേ വ്യോമൻ, ഹൃദയ ഗുഹയിലിരിക്കണു പറയണു അല്ലേ. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പലതരത്തിലുള്ള നിരൂപണങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉപാസന മാത്രമാണ്. ഫോർ ഉപാസന പ്രക്രിയ ഇല്ലാതെ ഒന്നുമില്ല. അതിന് ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് ഒക്കെ ഉണ്ട്. ഭഗവാൻ രമണ മഹർഷി സിമ്പിളായിട്ട് അതിനെ പറഞ്ഞു. കാവ്യകണ്ഠ ഗണപതി മുനി പറഞ്ഞു, ശിരസ് കാണിച്ചിട്ട് പറഞ്ഞു സഹസ്രാര പത്മം എല്ലാം ഇവിടെയാണ് ഇരിക്കണത്, അതുകൊണ്ട് ശിരസ്സാണ് പ്രധാനം എന്ന് പറഞ്ഞു. ഭഗവാൻ നിഷേധമേ ചെയ്തില്ല. ഫ്രണ്ടിൽ ഒരാൾ ഇങ്ങനെ ഉറങ്ങി തൂങ്ങണത് കണ്ടിട്ട് ഭഗവാൻ ചോദിച്ചു, ഇതിപ്പിടി ചൈതന്യസ്ഥാനമായിരുന്ന ഇപ്പിടി വിഴുമാവോയി. ഒന്നിനെ എതിർത്തതല്ല ഭഗവാൻ. ഭഗവാൻ ഒരിക്കലും എതിർക്കില്ല. ഇത് ഭഗവാന്റെ ഒരു ക്വാളിറ്റിയാണ്. നമ്മളും പഠിക്കണം അത്. നമ്മൾ ഓപ്പണായിട്ട് എതിർത്തു പോകും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ. ഇത് വേണ്ട, കാരണം അക്സെപ്റ്റിംഗ് എവറിത്തിങ്, ബട്ട് ബൈ ഹോൾഡിങ് ദി ട്രൂത്ത്. ആ ട്രൂത്തിൽ പിടിച്ചുകൊണ്ട് അക്സെപ്റ്റിംഗ് എവറിത്തിങ്. എന്താ കുഴപ്പം? അക്സെപ്റ്റ് ചെയ്താൽ എന്താ കുഴപ്പം? നിങ്ങൾ മോശം ആളാണ് എന്ന് പറഞ്ഞാൽ നീ ട്രൂത്തിൽ പിടിച്ചിരിക്കണവനാണെങ്കിൽ ആളുകൾ മോശം പറഞ്ഞോട്ടെ, നിനക്കെന്താ? നിനക്കവിടെ പോയി അല്ലേ. എപ്പം നമ്മൾ മോശം ആളെന്ന് പറയുമ്പോൾ അഭിമാനവൃത്തി അങ്ങോട്ട് ഉയർന്നാൽ നമ്മൾ കരുതിക്കോണം നമ്മൾ ഉയർന്നിട്ടില്ല. നമ്മൾ ഉയർന്നിട്ടില്ല, നമ്മളെ അളവ് എപ്പോഴും താഴ്ന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തോന്നിയാൽ ഹോൾഡ് ഓൺ ടു സത്യം. അങ്ങനെ തോന്നിയില്ലെങ്കിൽ പരമലാഭം. തോന്നാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അല്ലേ. ഇനിയൊരു അഹന്ത വരാവരം തരേണം എന്ന് നാരായണ ഗുരുസ്വാമി. ഇനിയൊരു അഹന്ത വരാവരം തരേണം. ഇനിയൊരു അഹന്ത, ഒരു അഹങ്കാരം എനിക്ക് വരാതിരിക്കണം. അങ്ങനെ ഒരു അനുഗ്രഹം തരണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് ചൈതന്യവത് സ്ഥാനമായിരുന്ന ഇപ്പടി വിഴുമാവോയി. അങ്ങോട്ട് ക്വസ്റ്റ്യനാണ്. എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടു ഉണർന്നു എന്ന് വെച്ചോളാം, ഇവിടെ നിന്നൊരു കണക്ഷൻ ശിരസിലേക്ക് പോയി തലയും കൂടെ ഉയർത്തണമല്ലേ. ഹൃദയസ്ഥാനത്തിലാണ് അന്ന് ഭഗവാൻ നിരൂപണം. ഇത് ഭഗവാന്റെ വചനമാണ്. അതിൻ്റെ പിന്നിൽ പ്രാമാണികത വന്ന് നിൽക്കും അല്ലേ. ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി. പ്രാമാണികത അതിൻ്റെ പിന്നിൽ വന്ന് നിൽക്കുന്നത് എപ്പോഴാണ്? നിഹിതം ഗുഹായാം പരമേ വ്യോമൻ, പരമമായ ഹൃദയാകാശത്തിനുള്ളിൽ ആ പരമ്പൊരുൾ ഇരിക്കണു, അങ്കുഷ്ഠമാത്രമായിട്ടിരിക്കണു. അതിൻ്റെ പിന്നാലെ പ്രാമാണികത വരണു. അത് ഭഗവാന്റെ വാദം. പക്ഷെ നമ്മൾ അതിനെയും എടുക്കണ്ട, അക്സെപ്റ്റ് ചെയ്യേ വേണ്ട. നമ്മൾ ഭഗവാൻ പറയണത് എങ്ങനെ ചെയ്യണം, എന്താ ആത്മവിചാരം മാത്രം, വേറെ ഒന്നും എടുക്കണ്ട. ഒരു ഗുരു പറഞ്ഞു അനുസരിക്കുക, അത്രയേ ഉള്ളൂ. ആ ഹൃദയത്തിലാണോ ഇരിക്കണത്, അക്സെപ്റ്റ് ഇറ്റ്. പിന്നെ നമ്മൾ റിസർച്ച് ചെയ്യാൻ പാടില്ല അല്ലേ. എവിടെ പോയി? ഉറക്കത്തിൽ ഈ റിസർച്ച് ചെയ്യണവൻ എവിടെ പോയി അല്ലേ. നല്ല ഡീപ്പ് സ്ലീപ്പിൽ റിസർച്ച് ചെയ്യാം. ഡീപ്പ് സ്ലീപ്പിനെ റിസർച്ച് ചെയ്യാൻ ഒരാൾ പോയെന്ന് വെച്ചോളൂ, ഉറങ്ങിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ റിസർച്ച് ഇല്ല, അവിടെ സെർച്ച് ചെയ്യണവനും ഇല്ല. അവിടെ എന്തിനെയാണോ സെർച്ച് ചെയ്തത് അത് ഉണ്ട്, അത് ഉണർന്നിരിക്കുമ്പോഴുണ്ട്. തദേകോവശിഷ്ട ശിവകേവലോഹം. അതുകൊണ്ടാണ് അവശേഷിക്കുന്നതായിട്ടുള്ള അതിനെ ശിവം എന്ന് പറയുന്നത്. അത് ഊർധ്വം അല്ല, മേലെ അല്ല ഇരിക്കുന്നത്. നച്ച അതോ, അത് കീഴേയുമല്ല. പാതാള ലോകത്ത് എന്തോ ഇരിക്കണാണോ? അത്തല വിത്തല സുതല തലാതല രസാതല പാതാള ഭൂഹു ഭുവഹ സുവഹ മഹഹ ജനഹ തപഹ. ഊർധ്വലോകത്തിലും അതില്ല, കീഴ്ലോകത്തിലും അതില്ല. എന്നാൽ ഊർധ്വലോകത്തിലുണ്ട്, കീഴ്ലോകത്തിലും ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഉയർന്നത് താഴ്ന്നത് എന്നൊക്കെ പറയണത്. ഇപ്പോൾ ഒരു വീട്ടിൽ 5 നില ഉണ്ടെന്ന് വെച്ചോളൂ. ഏറ്റവും അടിയിൽ നിൽക്കണവൻ്റെ ഉയർന്നാണ് ആര് നിൽക്കണത്? 1ാമത്തെ നിലയിൽ നിൽക്കുന്ന ആള്. അവൻ ഉയരത്തിൽ എന്ന് പറയാൻ പറ്റുമോ? അവനും ഉയരത്തിലുണ്ട്. എവിടെ നിൽക്കണോ അതിന് ഉയരവും താഴവും ഒക്കെ ഉണ്ട് അല്ലേ. നേരെ പോണ വണ്ടിയെ തിരിക്കൂ എന്ന് പറഞ്ഞു. തിരിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാ പോകേണ്ടത്? നേരെ തന്നെ പോകേണ്ടത്. നേരെ അല്ല കേട്ടോ, തിരിച്ചാ പോകേണ്ടതെന്ന് പറയും. കാറിലൊക്കെ യാത്ര ചെയ്യൂ. ഇത് കൺഫ്യൂഷൻ ആക്കണതല്ല,
നമ്മളെ ഒരു നോക്കൂ, യഥാർത്ഥത്തിൽ തിരിവൊന്നുമില്ല. തിരുവണ്ണാമലയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാറിൽ പോകണം, സ്ട്രൈറ്റ് പോട്ടെ എന്ന് പറയും. തിരുവണ്ണാമല തിരിച്ചു വരുമ്പോഴും സ്ട്രൈറ്റ് പോയാൽ അത് കഴിഞ്ഞെത്തണ്ടേ? അപ്പോൾ വേർ ഇസ് ദി സ്ട്രൈറ്റ് എവിടെ? അല്ലെങ്കിൽ മേലെ എവിടെ, കീഴെ എവിടെ? അല്ലേ? അതാണ് ശങ്കരാചാര്യർ പറയണത്, ന ഊർധ്വം ന അധോ. ഊർധ്വം അല്ല, അധോ അല്ല. ഭഗവാൻ ഇഷ്ടപ്പെട്ട് പലർക്കും ഈ ഋഭുഗീത വെച്ചൊക്കെ ഉപദേശം. അബ്സല്യൂട്ട് എസൻസ് ഓഫ് വേദാന്ത ഇസ് ദേർ. വേദാന്തം അവിടെ ഋഭു മഹർഷിക്ക്, ഇത് പരമേശ്വര സ്വരൂപം തന്നെയാണ് മഹർഷി. ആ മഹർഷിക്ക് നിഗാദൻ എന്നൊരു ശിഷ്യൻ, പരമവൈദികനായിട്ടുള്ളൊരു ശിഷ്യൻ, ആ ശിഷ്യനെ ഉപദേശിച്ചു. കുറച്ചു കാലം കഴിഞ്ഞിട്ട് ശിഷ്യന്റെ സ്ഥലത്തിൽ പോയി, അവിടെ പോയി വൈദിക കർമ്മങ്ങളും സമിത്തുക്കളും ഒക്കെ വെച്ചു. കുറച്ചൊക്കെ ഒരു അധ്യാത്മവിദ്യ ഉള്ളതുകൊണ്ട് വലിയൊരു ഘോഷയാത്ര നടക്കുന്നതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഈ സമിത്വം വെച്ച് ആൾക്കൂട്ടമില്ലാത്തൊരിടത്ത് നിൽക്കുന്നു. ഋഭു മഹർഷി ഒരാളുടെ വേഷം കെട്ടിയിട്ട്, ഒരു വയസ്സായ ഒരു ഗ്രാമത്തിലുള്ള ആളുടെ വേഷം കെട്ടിയിട്ട് ഋഭു മഹർഷി അങ്ങോട്ട് വന്നിട്ട് ഇയാളോട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കണത്? അവിടെ വലിയൊരു ജാഥ പോവാണ്, വലിയൊരു ഘോഷയാത്ര പോവാണ്. ശരി, എന്ത് ഘോഷയാത്ര? അതെന്താ? അത് ഇവിടുത്തെ രാജാവ് പോണതാണ്. രാജാവോ? അതെന്താന്ന് ചോദിച്ചു. അത്രയും ഒരു ആന ഉണ്ടല്ലോ, ഒരു ആന വരണില്ലേ, ആനയുടെ മേലെ ഇരിക്കുന്നതാണ് രാജാവ്. രാജാവ് ഏതാ, ആന ഏതാന്ന് ചോദിച്ചു. കീഴേ ഉള്ളത് ആന, മേലെ ഇരിക്കുന്നത് രാജാവ്. ശരി, ഈ കീഴേ മേലെ ഏതാ? അപ്പോ ഋഭു മഹർഷിയെ അങ്ങോട്ട് തറയിലിരുത്തി, എന്നിട്ട് മേലെ കയറിയിരുന്നു. ആന, കൊച്ചു പിള്ളേര് ആന കളിക്കുന്നത് പോലെ അതിൻ്റെ മേലേക്ക് കയറി ഇരുന്നിട്ട് പറയാണ്, ഇപ്പൊ ഞാൻ മേലില്, നീ കീഴെ, ഞാൻ മേലില്. ഇതാണ് കീഴെയും മുകളിലും പറഞ്ഞു കൊടുത്തു. ശരി, ഇപ്പൊ ഞാൻ താഴെ, നീ കീഴെ. ഇപ്പോ താഴെ മേലെ മനസ്സിലായി. ഈ ഞാൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. ഞാൻ ആരാ ചോദിച്ചു. അപ്പോ ഉള്ളിൽ റിയലൈസേഷൻ ഹാപ്പൻസ്. മുമ്പ് കേട്ട സത്സംഗത്തിൻ്റെ ഒക്കെ ഫലം അനുഭവത്തില്, ഓൺ സ്പോട്ടില്, തൻ്റെ ഗുരുവിൻ്റെ സാന്നിധ്യത്തില് ഗുരുവിനെ കണ്ട് ഐഡന്റിഫൈ പോലും ചെയ്തില്ല. പറഞ്ഞു, ഇതെൻ്റെ ഋഭു മഹർഷി അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് നമസ്കാരം ചെയ്തു. അപ്പോൾ അജ്ഞാനമാണ് മേലെ കീഴെ എന്നൊക്കെ പറയണത്. ആ മേലെയും കീഴെയും ഞാനില്ല. എന്നാൽ മേലെയും കീഴെയും ഒക്കെ ഞാനേ ഉള്ളൂ. പശ്ചാത് ബ്രഹ്മ പുരസ്താത് ബ്രഹ്മ. അല്ലെ, ഉപനിഷത്തിൽ തന്നെ ഒരു മന്ത്രമുണ്ട്. താഴെ ബ്രഹ്മമുണ്ട്, മേലെ ബ്രഹ്മമുണ്ട്, മുന്നിൽ ബ്രഹ്മമുണ്ട്, പിന്നിൽ ബ്രഹ്മമുണ്ട്, സർവം ബ്രഹ്മമയം. ഇവിടെ മുഴുവൻ അതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതം സർവം ഖൽവിദം ബ്രഹ്മ. ഖലു, ഉറപ്പ്, ഇവിടെ ബ്രഹ്മം മാത്രമാണുള്ളത്. ഈശാവാസ്യമിതം സർവം. അപ്പോ ന ചോർധ്വം ന ചാതോ ന ചാന്തർ ന ബാഹ്യം. ചിലരത്തൊക്കെ ചോദിക്കും, നീ ആരാന്ന്? ഞാൻ ആത്മാ. എവിടെ ഇരിക്കണം? എൻ്റെ ഉള്ളിലിരിക്കണം. ഇത് ഉള്ളിലാണോ ഉള്ളത്? അല്ലേ, ഒരു ബലൂണിൻ്റെ ഉള്ളിൽ വായു നിറച്ചിരിക്കണം എന്ന് വെച്ചോ. ഈ ബലൂണിൻ്റെ ഉള്ളിലാണോ വായു? ഇനി ഈ ബലൂണിൻ്റെ ഉള്ളിലുള്ള വായു വെളിയിലെ വായുവുമായിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കമോ വ്യത്യാസമോ ഉണ്ടോ? നീ ഒരു ബലൂണിൻ്റെ ഉള്ളിൽ വച്ചിരുന്നിട്ട് അഭിമാനിക്കണമെന്നല്ലാതെ ബലൂൺ പൊട്ടിയാൽ വായു സർവത്തിലും ലയിച്ചു പോയി. വായു മുന്നിൽ വെളിയിലിരുന്നതോ അകത്തിരുന്നതോ ഒന്നും വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ എന്നൊക്കെ ഞാൻ പറയണു, ഉള്ളിലൊന്നുമില്ല. അത് ചാന്തർ അന്തർ, ഉള്ളിലില്ല. ഉള്ളിലേക്ക് തിരിഞ്ഞാൽ എനിക്ക് ഈ ഫോം അങ്ങോട്ട് പോയി, അത്രേ ഉള്ളൂ. അല്ലേ, നമ്മൾ പുറത്തുമില്ല ഉള്ളിലും ഇല്ലാതിരിക്കുകയാണ്. ചിത്ത് ജഡാഗ്രന്ഥി, ഒന്ന് ബഹിർമുഖം, ഒന്ന് അന്തർമുഖം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ഗ്രന്ഥി ഉണ്ടല്ലോ, അവിടെ നിൽക്കുകയാണ് നമ്മൾ. എന്ന് വെച്ചാൽ ഇല്ലാത്തൊരു മായയായിട്ട് നിൽക്കുകയാണ്. ഉള്ളിലേക്ക് നമ്മൾ തിരിഞ്ഞാലുണ്ടല്ലോ, ശരീരം എന്നൊരു ഫോം പോയി, പിന്നെ എന്തുണ്ടോ അത് മാത്രം അവശേഷിക്കണം. അത് തന്നെയാണ് ഇവിടെ മുഴുവൻ ഉള്ളത്. ദർ ഇസ് നോ സ്പേസ്. വെളിയിൽ ഉള്ളിൽ ഒന്നുമില്ല.
ഒരു വീടിനകത്ത് എയറുണ്ട്, ആ വീടിൻ്റെ വെളിയിലും എയർ തന്നെയാണ്. ഒരേ ആകാശത്തിൽ തന്നെയാണ് സർവം പ്രതിഷ്ഠയായിട്ടിരിക്കുന്നത്. ഇത് വളരെ സൂക്ഷ്മമായ വിദ്യയാണ്. അതേ ആകാശത്തെ അനുഭവിക്കുന്ന ആൾ ഉറങ്ങിക്കഴിഞ്ഞാൽ സർവ ആകാശവും തൻ്റെ ഹൃദയത്തിൽ ലയിക്കണം. ന മദ്യം ന തിര്യങ് ന പൂർവാപരാധിക്. സെന്റർ ഞാനല്ല, അകത്തും ഞാനല്ല, പുറത്തും ഞാനല്ല, സെന്റർ ഉണ്ടല്ലോ. എന്താ സെന്റർ എന്ന് പറഞ്ഞാൽ ചിത് ജഡാഗ്രന്ഥി. അത് വെറും തോന്നലാണ്, ആ തോന്നലും ഞാനല്ല. ന തിര്യങ്. തിര്യങ് എന്ന് പറഞ്ഞാൽ അക്രോസ് എന്നർത്ഥം. കീഴേന്ന് മേലെ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ എന്നൊക്കെ അർത്ഥം. ആ ഹൊറിസോണ്ടലായിട്ടിരിക്കണതോ കോണിയിരിക്കണതോ ഒന്നും ഞാനല്ല. ന പൂർവാപരാതിക്. അത് ഈസ്റ്റ് ഓർ വെസ്റ്റ് അല്ലെ. ഈസ്റ്റിൽ നോക്കി ജപിക്കണം, അല്ലെ വെസ്റ്റിൽ നോക്കി ജപിക്കണം. ഈസ്റ്റിലാണുള്ളത്, വെസ്റ്റിലാണുള്ളത്, തെക്കിലാണുള്ളത്, പടിഞ്ഞാറിലാണുള്ളത്. ഇതെല്ലാം വെറും ശൂന്യവാദങ്ങളാണ്. ഈസ്റ്റ് വെസ്റ്റ് ഒന്നുമേ ഇല്ല. ന പൂർവാപരാധിക് വിയത് വ്യാപകത്വാത് അഖണ്ഡൈകരൂപഃ. വിയത് വ്യാപകത്വാത്. വിയത് എന്ന് പറഞ്ഞാൽ ആകാശം പോലെ വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള അഖണ്ഡൈകരൂപം, ഖണ്ഡിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു രൂപം. തദേകോവശിഷ്ട ശിവക്കേവലോഹം. ആ ശിവമായിട്ടുള്ള പൊരുൾ അതേ എൻ്റെ സ്വരൂപം. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.